കേരള സർവകലാശാലയിലെ പ്രഭാഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകി ജോൺ ബ്രിട്ടാസ് എം പി. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് ബ്രിട്ടാസ് വിശദീകരണത്തിൽ പറയുന്നത്. രേഖാമൂലമാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിലിപ്പോൾ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി. എന്താണ് ആ രേഖാമൂലമുള്ള വിശദീകരണത്തിൽ പറയുന്നത്? പ്രധാനമായും BJP ആണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ നടത്തിയ പരിപാടിയാണ്, ഇടതു സംഘടനയാണ് നടത്തിയ പരിപാടിയിൽ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിലാണ് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാട്ടി BJP പരാതി നൽകിയത്. ഈ പരാതി വ്യാജവും ഒപ്പം രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്നാണ് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജോൺ ബ്രിട്ടാസ് MP അറിയിച്ചിരിക്കുന്നത്. പൗര ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് താൻ പ്രഭാഷണം നടത്തിയത്. പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം തനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭിച്ചിരുന്നില്ല. തൻ്റെ പ്രസംഗത്തിൽ ഒരിടത്തും ആർക്കു വേണ്ടിയും വോട്ട് ചോദിച്ചിരുന്നില്ല. പരിപാടിയിൽ സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷപാതരഹിതമായിട്ടുള്ള പ്രഭാഷണമാണ് താൻ നടത്തിയതെന്നും ഉച്ചഭക്ഷണ ഇടവേളയിലാണ് പരിപാടി നടത്തിയതെന്നാൽ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജോൺ ബ്രിട്ടാസ് MP പരാതിയായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഇടത് സംഘടന പരിപാടി നടത്തുകയും VC അതിനെ വിലക്കുകയും ചെയ്തു. എന്നാൽ വിലക്ക് മറികടന്നും അവിടെ പരിപാടി സംഘടിപ്പിക്കുകയും ജോൺ ബ്രിട്ടാസ് MP പ്രഭാഷണം നടത്തുകയുമായിരുന്നു. അതിന് പിന്നാലെ രജിസ്ട്രാറോട് വിശദീകരണം ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രജിസ്ട്രാറും ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ് റിപ്പോർട്ട് നൽകിയത്. അതിന് പിന്നാലെ സംഘാടകരോടും പ്രസംഗത്തിനെത്തിയ ജോൺ ബ്രിട്ടാസ് MPയോടും വിശദീകരണം തേടി. ഈ വിശദീകരണത്തിനാണ് ജോൺ ബ്രിട്ടാസ് MP രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.